ഹായ് ഓൾ, വെൽക്കം ടു അവർ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എഗ് റോസ്റ്റിനെ എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ പറ്റിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് പുട്ടിൻ്റെ കൂടെ, ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഈവൻ ബ്രെഡ് ആൻഡ് എഗ് റോസ്റ്റ് നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ പാത്രം എടുത്തു, കത്തിച്ചു, അടുപ്പിൽ വെച്ചു. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഇട്ടു. ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇടാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ടു. ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത്. ഇതിനൊരിക്കലും നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യല്ലേ. ഇത് ഫ്രഷ് ആയിട്ടുള്ളത് ഇത് ചെയ്താൽ മതി. ഒന്ന് മൂത്ത മണം വരുന്ന ഒന്ന് ഇതാവുമ്പോൾ റോസ് സ്മെല്ലൊന്ന് മാറട്ടെ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സ്മെല്ലൊന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഒരു 4 സവാള, അതായത് മീഡിയം സൈസ്, അത് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് ചോപ്പ് ചെയ്യാതെ ഇങ്ങനെ സ്ലൈസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ഈ ഉള്ളി വഴലാൻ കുറച്ച് സമയം എടുക്കത്തില്ലേ, അതൊന്ന് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തത്. ചോപ്പ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 സവാള ഇത് ഇടുന്നേ. ഇത് എനിക്ക് ഇത് കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും എടുക്കും. അതായത് ഈ കളർ ചേഞ്ച് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് വഴറ്റണം. സവാള ഏകദേശം ഇത്രയും വഴന്നിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കടുകിട്ട് പൊട്ടി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. പിന്നെ ആനിയൻ ചോപ്പ് ചെയ്തത് ഇട്ടു. അത് ഞാനത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഈ 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു ടേൺഡ് ബ്രൗണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കറി ലീഫ് ഇടുന്നു. കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതൊന്ന് ഇത് ചെയ്യാം. ഈ നോൺ സ്റ്റിക്കോ മറ്റേ വേറെ വല്ല വെസൽസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റും. ഇത് മൺചട്ടി ആയതുകൊണ്ട് ಸ್ವಲ್ಪ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ടൊമാറ്റോ ചോപ്പ് ചെയ്ത്, അതായത് ഏകദേശം 1.5 കപ്പ് ടൊമാറ്റോ ആണിത്. അത് ഞാൻ ചോപ്പ് ചെയ്ത് വരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ, കാരണം ഈ ടൊമാറ്റോ എല്ലാം നല്ലതായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് എല്ലാം ഉടഞ്ഞ് കിട്ടണം. ഏകദേശം ഒരു 5 മിനിറ്റ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ ടൊമാറ്റോ നന്നായിട്ട് ഇതിൽ വെന്ത് കിട്ടും. ഏകദേശം 5 മിനിറ്റ്സ് കഴിഞ്ഞു. അതിലേക്ക് ടൊമാറ്റോ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഓക്കെ,
ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഒന്ന് മിക്സ് ചെയ്തോട്ടെ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂണ് നോർമൽ മുളക് പൊടി, എന്താ അതിന് പറയണ്ടേ, സാധാരണ മുളക് പൊടിയെ. ദെൻ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതിനകത്ത് ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഉള്ളി നമ്മൾ വഴറ്റുമ്പം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം, പക്ഷെ ഞാനത് ചേർത്തില്ല. അതുകൊണ്ട് നമുക്ക് ഏകദേശം 2 ടീസ്പൂണോളം ഉപ്പ് നമുക്കിപ്പം ചേർക്കാം. 1. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണ് സോമ്പ് അല്ലെ പെരുംജീരകത്തിൻ്റെ പൗഡർ. പിന്നെ ഇത് നന്നായിട്ട് ഇത് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ അതും കൂടെ ഞാൻ ആഡ് ചെയ്തു. അതിൻ്റെ മസാല എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിനകത്ത് ഒഴിച്ച് ഒരു 5 മിനിറ്റ്സ് വേവിക്കാം. ഇത് ഒരിക്കലും അതുപോലെ തന്നെ തണുത്ത വെള്ളം നമ്മൾ യൂസ് ചെയ്യരുത്, നല്ല ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. തീ ഒന്ന് കുറച്ചിട്ട് അഗെയിൻ ഒരു 5 മിനിറ്റ്സ് ഈ മസാല ഒന്ന് കുക്കാകട്ടെ. അതിനായിട്ട് ഒരു മൂടി വെച്ച് നമുക്ക് അടയ്ക്കാം. ഇപ്പം ഞാൻ 5 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്കിത് നോക്കാം. എല്ലാം നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്ന് ഇന്ന് അതിലിങ്ങനെ ഉപ്പ് വേണമെന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പൂടെ വേണം, അതായത് കുറച്ച് ഉപ്പൂടെ. നിങ്ങൾ ഉപ്പ് നോക്കി വേണേ, ഞങ്ങൾക്ക് ശകല ഉപ്പിൻ്റെ ആവശ്യം കൂടെയുണ്ട്. എന്നിട്ട് പിന്നെ ഇതിന് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ എല്ലാം കൂടെ ചേർന്ന് അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, എരിയും പുളിയും എല്ലാം ഇത് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പിന്നെ കുറച്ച് കറി ലീഫ് കൂടെ ആഡ് ചെയ്യുന്നു. ഞാനൊക്കെ ഗ്രേവി നോക്കട്ടെ, ഗ്രേവിയുടെ നോക്കട്ടെ ഉപ്പ് കറക്റ്റാണെന്ന്. എവറിത്തിങ് ഫൈൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ മസാല ഞാനിവിടെ ഒരു 5 എഗ്സിന് വേണ്ടിയാണ് എടുത്തത്. ഇത് 4 to 5 എഗ്സ്. ഓക്കെ, ഇത് ഞാൻ മുട്ട നേരത്തെ ബോയിൽ ചെയ്തതാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എഗ് ബോയിൽ ചെയ്തത് വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് മുട്ട അല്പം ഉപ്പ് കൂടിയിട്ട് ഒരു 10 മിനിറ്റ്സ്. അപ്പം നമുക്ക് നല്ല ഹാർഡായിട്ടുള്ള ബോയിൽഡായിട്ട് ആ കറക്റ്റ് പരുവത്തിലുള്ള ബോയിൽ ചെയ്ത എഗ്ഗ് നമുക്ക് കിട്ടും. ഇത് ഞാൻ എഗ്ഗ് ചെറുതായിട്ടൊന്ന് പോർ ചെയ്തിട്ടുണ്ട്, എന്നുവെച്ചാൽ അകത്തോട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയേ. 4 to 5 എഗ്സിൻ്റെ മസാലയാണ് ഇത്. എന്നിട്ട് ഇതൊന്ന്
ഈ ഗ്രേവി ഇതിലൊന്ന് കവർ ചെയ്ത് നല്ലതായിട്ട് മൂടി വീണ്ടും ഇത് അടച്ച് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഉടനെ അത് പിന്നെ സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ്സ് അതിനകത്ത് വെച്ചാൽ നല്ല പെർഫെക്റ്റ് രീതിയിലുള്ള നമുക്കൊരു എഗ് റോസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇത് വെച്ച് നമുക്ക് പല കാര്യങ്ങളുമായിട്ട് പല ഡിഷുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് എഴുതണം. എങ്കിലേ എനിക്കും ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. Okay, thank you so much.